പക്ഷേ നിന്നെപ്പോലെ ആയിരക്കണക്കിന് ദൈവമക്കൾ ഈ സത്യവചനത്തിന് വേണ്ടി ലൗകികമായതിനെ ഉപേക്ഷിച്ച് മനുഷ്യൻ എന്തു പറയുന്നു എന്ന് നോക്കാതെ ദൈവം എന്തു പറയുന്നു എന്ന് ഓർത്ത് ഈ ഭൂമിയിൽ നിന്നയേറ്റും മനസ്സോടെ ആ ശാപമരം നുകമായി വച്ച്, ക്രൂശിൻ്റെ ശാപമരം നുകമായി വച്ച് സമ്പൂർണമായ വിശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തി തെളിയിച്ചു കൊണ്ടുപോകുന്ന സാക്ഷികളുടെ വലിയൊരു സമൂഹം നിനക്ക് ചുറ്റും അപ്പോഴും ഉണ്ട് എന്ന് അറിയാതെ ഇരിക്കരുത്. ഇപ്പം നമുക്ക് ഉയർച്ച പറയാൻ കഴിയുന്നത് നമ്മുടെ ബന്ധുമിത്രാദികളുടെയും നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ആയിരിക്കാം നമുക്ക് സാക്ഷ്യം വേണ്ടത്. അപ്പോൾ ആ നാട്ടുകാർക്ക് അറിയാത്ത തരിച്ച് പാർക്കുന്ന ഒരു കൂട്ടം നാം പാർക്കുന്ന ദേശങ്ങളിൽ അങ്ങിങ്ങായി ഉണ്ട്. അവർ ഭോഷന്മാരെ പോലെ നിന്നയും പരിഹാസവും ചാവർന്നെണ്ണി തള്ളി അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. സംഭവിക്കുന്ന കാര്യം, തീ ശോധന കഴിക്കുമ്പോൾ വെള്ളി, പൊന്ന്, വിശേഷതയുള്ള കല്ല് ഒരു ഭാഗം, പുല്ല്, മരം, വൈക്കോൽ മറ്റൊരു ഭാഗം. ഏത് മെറ്റീരിയൽ വെച്ചാണോ നാം വളർന്നത് അതിനെ ആശ്രയിച്ചാണ് ഈ ശോധന ചെയ്തിട്ട് അതിൻ്റെ ഫലം കർത്താവിന് കൊടുക്കുന്നത്. കണ്ണുകൊണ്ട് കാണുന്ന ഒരൊറ്റ വിഷയങ്ങളിലൂടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു മോഹം ഗർഭം ധരിക്കാതിരിപ്പാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവ് നമുക്ക് നൽകുന്ന നിയോഗങ്ങൾക്കായിട്ട് ഹൃദയപൂർവ്വം കാത്തിരിക്കണം. 5 കൊല്ലം കാത്തിരിക്കേണ്ടി വരും. ഹൃദയപൂർവ്വം ദൈവം നമുക്ക് നൽകുവാൻ ഇച്ഛിക്കുന്ന ഹിതങ്ങൾ വെളിപ്പെട്ട് വരുവാൻ 5 കൊല്ലം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. ഈ 5 കൊല്ലം ഭോഷന്മാരെ പോലെ നമ്മൾ ജീവിക്കേണ്ടി വരും. എൻ്റെ ഉള്ളിൽ ആത്മാവ് എനിക്ക് നൽകുന്ന നിയോഗങ്ങൾ എന്താണോ എന്ന് ആരാഞ്ഞറിയുവാനുള്ള വ്യഗ്രതയോടുകൂടെ വചനത്തെ ആശ്രയിക്കുകയും ശുശ്രൂഷയ്ക്കായി നിങ്ങൾ പങ്കെടുക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ അല്പസമയം എടുത്താലും തക്ക സമയം ദൈവത്തിൻ്റെ സമയമാണ്. ആ തക്ക സമയത്ത് സകലതും നന്നായി അതതിൻ്റെ സമയത്ത് ചെയ്യുന്ന വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്തത്താൽ വചനത്താൽ ചെയ്യാം.